الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات ساء ما يحكمون. صدق الله العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: أكثروا ذكر محاسن موتاكم. ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ, പണ്ഡിതർ, മുതഅല്ലിമുകൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ السيد عبد الرحمن البخاري رحمة الله عليه ونفعنا به في الدارين آمين. മഹാനവറുകളുടെ മദ്ഹ് പറയാനും അവർക്ക് ദുആ ചെയ്യാനും അവർക്ക് ഖുർആൻ ഓതാനും ഒരുമിച്ച് കൂടിയ ഈ സദസ്സിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ സംബന്ധിച്ച് പറയുന്നതോടൊപ്പം ഇങ്ങനെയുള്ള ഇജ്തിമാ സമ്മേളനം, ഇതിന്റെ ഒരു മസ്അലയും വിഷയവും ചുരുങ്ങിയ നിലയിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്ന ചില ആളുകൾ ഇവിടെ ദുനിയാവിലുണ്ട്. അവർ മുഅ്മിനീങ്ങൾ അല്ല. അതുകൊണ്ടാണ് അൻ തുഅ്മിന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് ഈമാൻ കാര്യം 6 എണ്ണുന്നത് ഉണ്ടെങ്കിൽ പല സ്ഥലത്തും അൻ തുഅ്മിന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിൽ വിശ്വസിക്കുക, യൗമുൽ ആഖിർ മരണത്തിന്റെ ശേഷമുള്ള ദിവസത്തെ സംബന്ധിച്ച്, അവിടുത്തെ ജീവിതത്തെ സംബന്ധിച്ച്, അവസ്ഥയെ സംബന്ധിച്ച് വിശ്വസിക്കുക എന്ന് ഖുർആനിലും ഹദീസിലുമെല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യൻ മരിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അവസാനിക്കുകയില്ല. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കണ്ടോ? ഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. ഖുൽ, ഹബീബായ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കണം, ഇഅ്മലൂ, നിങ്ങൾ പ്രവർത്തിക്കുക, ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ, തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനം അല്ലാഹു തആല കാണുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലും നിങ്ങളുടെ പ്രവർത്തനം കാണുന്നുണ്ട്
വൽ മുഅ്മിനൂൻ, ഈമാനിൽ ഉന്നതരായ മുഅ്മിനീങ്ങൾ, ഔലിയാക്കൾ, അവരും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം വീക്ഷിക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നു. ഇതിനെല്ലാം ധാരാളം തെളിവുകൾ ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ചുരുക്കം ചില ആളുകൾ ഇതിനെ നിഷേധിക്കുന്നു. ഇസ്ലാമിന്റെ പേരിൽ തന്നെ നടക്കുന്നവർ യഥാർത്ഥത്തിൽ അവർ മുഅ്മിനീങ്ങളോ മുസ്ലിങ്ങളോ ആയിരിക്കില്ല. ആണെങ്കിൽ അവർക്ക് ഇത് നിഷേധിക്കാൻ കഴിയില്ല. മരിച്ചുപോയ ആളുകൾ ജീവിച്ചിരിക്കുന്നവർക്ക് ഒരുപാട് നിർദ്ദേശം കൊടുക്കുന്നതും അവർ ഇവിടുത്തെ കാര്യങ്ങൾ അറിയുന്നതും മഹാന്മാർ വിവരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പുത്തൻ പ്രധാനക്കാർ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഇബ്നുൽ ഖയ്യിം എന്ന ആൾ അദ്ദേഹത്തിന്റെ കിതാബുർ റൂഹ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ചരിത്രം. രണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരുണ്ടായിരുന്നു. എപ്പോഴും കൂട്ടുകാരായി നടക്കുന്ന രണ്ടു പേർ. അവരിൽ നിന്ന് ഒരാൾ മരിച്ചു. അല്പദിവസത്തിന് ശേഷം ആ മരിച്ച ആൾ ഹയാത്തുള്ള വ്യക്തിക്ക് ഉറക്കത്തിൽ വന്ന് പറഞ്ഞു കൊടുക്കുന്നു, നീ എന്റെ വീട്ടിലേക്ക് പോകണം. എന്റെ വീട്ടിൽ ഒരു ചെറിയ കുഞ്ഞ്, ഒരു ചെറിയ കുട്ടി, കളിക്കുന്ന പ്രായമുള്ള കുട്ടി മറ്റു കുട്ടികളോടുകൂടെ കളിക്കാൻ. എന്നാൽ ആ കുട്ടിക്ക് ശക്തിയായ പനി ഇപ്പോൾ ഉണ്ട്. ഉടനെ ആ കുട്ടിയെ വീട്ടിലേക്ക് വിളിക്കാൻ വീട്ടുകാരോട് പറയണം. ആ കുട്ടി ഉടനെ തന്നെ മരിച്ചു പോകും. അദ്ദേഹം പറയുന്നു, വീടിന്റെ അടയാളം പറഞ്ഞു തന്നിട്ട് ആ വീട്ടിൽ ചെന്നാൽ നിങ്ങൾ ആദ്യമായി ഇവിടെ വലിയ ഒരു പൂച്ചയുണ്ടായിരുന്നുവല്ലോ, അത് എവിടെ പോയി എന്ന് ചോദിക്കണം. ചോദിക്കുമ്പോൾ അത് ചത്തുപോയി എന്ന് മറുപടി കിട്ടിയാൽ അത് എന്റെ വീടാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. മരിച്ച ആൾ പറയുകയാണ്. അങ്ങനെ ചെന്ന് ഇദ്ദേഹം ചോദിച്ചു. അപ്പോൾ പൂച്ച ചത്തുപോയി എന്ന് പറഞ്ഞു. പിന്നീട് ചോദിക്കുന്നു, ഈ വീട്ടിലുള്ള ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി എവിടെ? നോക്കുമ്പോൾ മരിച്ചുപോയ ആൾ പറഞ്ഞതുപോലെ തന്നെ മറ്റു കുട്ടികളോടുകൂടി കളിക്കുകയാണ്. വീട്ടുകാരോട് പറഞ്ഞു, ഉടനെ നിങ്ങൾ ആ കുട്ടിയെ വിളിക്കണം. വിളിച്ചുകൊണ്ടുവന്ന് നോക്കുമ്പോൾ തലയിൽ കൈവച്ചപ്പോൾ ശക്തമായ പനി പനിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റു കുട്ടികളെ കൂടെ കളിക്കുന്ന ലഹരി കൊണ്ട് ഈ കുട്ടി അറിഞ്ഞില്ലെന്ന് മാത്രം. ഉടനെ വീട്ടുകാരോട് പറഞ്ഞു, ഈ കുട്ടിയുടെ കാര്യം അവസാനമാണ്, മരിച്ചുപോയി, നിങ്ങൾ സൂക്ഷിക്കണം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് കുട്ടി മരിച്ചുപോയി. മൂന്നാമതായി ഈ മരിച്ച ആൾ ഹയാത്തുള്ള ആളോട് പറഞ്ഞത്, ഞാൻ ഒരു വ്യക്തിക്ക് 10 സ്വർണം 10 ദീനാർ കടം വീട്ടാനുണ്ട്, കടം വാങ്ങിയത് കൊടുക്കാനുണ്ട്. അത് എന്റെ വീട്ടിന്റെ ചുമരിന്റെ മുകളിൽ ഒരു ഓടക്കുഴലിലാക്കി വെച്ചിട്ടുണ്ട്. അത് എടുത്ത് ഇന്ന ആൾക്ക് കൊടുക്കാൻ പറയണം. അതാ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർ നോക്കുന്നു,
പറഞ്ഞ പോലെ ഓടക്കുടലിന്റെ ഉള്ളിൽ നിറച്ച് 10 ദീനാറ് വെച്ചിട്ടുണ്ട്. അതിലെഴുതി വെച്ചിട്ടുണ്ട് ഇന്ന ആൾക്ക് കൊടുക്കാനുള്ളതാണ്, ഞാൻ കടം വാങ്ങിയതാണ് എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഞാൻ എന്റെ മുതഅല്ലിമീങ്ങളോടും സഹോദരന്മാരോടും ഒക്കെ പറയുന്നത് താജുൽ ഉലമയുടെ ചരിത്രം പറയുമ്പോൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇത് കിതാബുർ റൂഹ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇത് ഇവിടെ മരിച്ചതിന് ശേഷം ഒന്നുമില്ല എന്ന് പറയുന്ന മുജാഹിദുകൾ അടക്കം എപ്പോഴും റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറഞ്ഞുകൊണ്ട് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിലാണ് ഇതുള്ളത്. അങ്ങനെ മരിച്ചതിന്റെ ശേഷം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയുമെന്നതിന് നിരവധി തെളിവുകൾ ഉണ്ട്. മരിച്ചവർ ആവട്ടെ, അവർ നിസ്കാരത്തിൽ പങ്കെടുക്കും. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ അവിടുത്തെ ഖബറിന്റെ അടുത്ത് എത്തിയപ്പോൾ റഅയ്തു മൂസ യുസല്ലി ഖായിമൻ ഫിൽ ഖബർ. മൂസാ നബി അലൈഹിസ്സലാം ഖബറിന്റെ ഉള്ളിൽ വെച്ച് നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശേഷം സഹാബികളോട് പറഞ്ഞു, സഹാബികളെ, കസീബുൽ അഹ്മർ എന്ന ഒരു കുന്നുണ്ട്. ആ കുന്നിന്റെ അടുത്താണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖബറുള്ളത്. ഞാനും നിങ്ങളും അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ കൈ കൊണ്ട് ഞാൻ തൊട്ട് കാണിച്ചു തരുമായിരുന്നു എന്ന്. നേരത്തെ ഹുസൈൻ സഖാഫി നിങ്ങളോട് പറഞ്ഞല്ലോ, ആ ഒരു യാത്ര ഞങ്ങൾ ഈ അടുത്ത സമയം അവിടെ യാത്ര ചെയ്ത സമയം മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറിന്റെ അടുത്തെത്തി സിയാറത്ത് ചെയ്ത സമയം കസീബുൽ അഹ്മർ എവിടെ എന്നൊന്നറിയാൻ ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ടിറങ്ങി അവിടെ ചെറിയൊരു ചായക്കടയുണ്ട്. അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ചായ കുടിക്കുമ്പോൾ ഒരു വയസ്സായ വ്യക്തിയെ കണ്ടു. ആ നാട്ടുകാരനെ, അദ്ദേഹത്തോട് ചോദിച്ചു, കസീബുൽ അഹ്മർ എവിടെ? അദ്ദേഹം പറഞ്ഞു, 3 കസീബുൽ അഹ്മർ ഉണ്ട്. ആ 3-ൽ ഒന്നാണ് നിങ്ങൾ ഈ ഇടഭാഗത്ത് കാണുന്നത് എന്ന്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം മരണപ്പെട്ടതിന് ശേഷം ഖബറിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുകയാണ്. വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകും ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി. പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു നമ്മളെ. ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നത് മൂസാ നബിയെ കണ്ടു. ആ മൂസാ നബി തന്നെ മിഅ്റാജിന്റെ സമയത്ത് 6-ാമത്തെ ആകാശത്തിൽ റസൂലുള്ളാഹിയെ കണ്ടു, സംസാരിച്ചു. ഇങ്ങനെ മരിച്ചുപോയാൽ പിന്നെ അവരെ കാണുമോ? അവർ നമ്മുടെ കാര്യം വീക്ഷിക്കുമോ? ഇതൊന്നും സംശയിച്ചു പോകണ്ട. അല്ലാഹു തന്നെ പറയുന്നു, ഫലാ തകും ഫീ മിർയത്തിൻ, സംശയം വേണ്ട. മിൻ ലിഖാഇഹി, മൂസാ നബി അലൈഹിസ്സലാമിനെ നബിതങ്ങൾ കണ്ട വിഷയത്തിൽ സംശയം വേണ്ട. അത് തീർച്ചയായും മൂസാ നബിയെ തന്നെയാണ് കണ്ടിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ചില മനുഷ്യന്മാർ എന്ത് പറഞ്ഞാലും സ്വീകരിക്കൂല. ആലിമുകൾ പറയുന്നൊന്നും സ്വീകരിക്കൂല. അതിന് ചെറിയൊരു ഉദാഹരണമാണ്. നമ്മുടെ നാട്ടിലൊക്കെ മരിച്ചാൽ ഖുർആനും യാസീനും ജനാസ എടുക്കാറാവുമ്പോൾ പ്രത്യേകിച്ചും എല്ലാവരും കൂടി ഒരു യാസീൻ ഓതലുണ്ടല്ലോ. അത് ഇഖ്റഉ അലാ മൗതാക്കും, സൂറത്തെ യാസീൻ
മരണപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ മരിച്ചവരുടെ അടുത്ത് യാസീൻ സൂറത്ത് ഓതണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് ഈ ഹദീസ്. നിരവധി മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹീഹായ ഹദീസാണ്. യാസീൻ ഓതാൻ കൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ യാസീൻ ഓതുന്നു. നിങ്ങൾക്ക് കാണാം, ഇത്രയും അധികം ആളുകളുള്ള സ്ഥലത്താണെങ്കിലും യാസീൻ എന്ന് പറയുമ്പോഴേക്ക് അല്ലെങ്കിൽ ഫാത്തിഹ എന്ന് പറയുമ്പോഴേക്ക് അവിടെ നിർത്തൻ ഇവിടെ നിർത്തൻ മറ്റൊന്ന് ഒരു 10 ആള് ഇങ്ങനെ പുഴു അളക്കുന്നത് പോലെ അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ കൂടിയിട്ട് ഒരു സ്ഥലത്ത് കൂടിയിട്ട് ഈ ഫാത്തിഹയും യാസീനും ഓതുന്നതിന് എതിർ നിൽക്കുന്ന കണ്ണുമായി നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇവൻ ആരെയാണ് സ്വീകരിച്ചത്? ലോകത്ത് ഒരു അലിഫ്ബ പോലും പഠിക്കാത്ത കടുത്ത ജാഹിൽ പറഞ്ഞു കൊടുത്തത് ഇവൻ സ്വീകരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സ്വീകരിക്കുന്നില്ല. 4 ഇമാമുകൾ പറഞ്ഞത് സ്വീകരിക്കുന്നില്ല. എല്ലാ ഇമാമുകളും രേഖപ്പെടുത്തിയത് സ്വീകരിക്കുന്നില്ല. മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന വിഷയത്തിൽ 4 ഇമാമുകൾക്കിടയിൽ യാതൊരു തർക്കവും ഇല്ല. ഇസ്ഖാലു സവാബ് എന്ന പേരിൽ ഞാൻ എഴുതിയ ചെറിയ അറബി ഗ്രന്ഥത്തിൽ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. ചില മുതഅല്ലിമീങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ പറയുകയാണ്, ഫഅമ്മാ ഖിറാഅത്തുൽ ഖുർആനി ഫൽമശ്ഹൂറു അന്നഹു ലാ യസ്ലു എന്ന് ശറഹ് മുസ്ലിമിൽ ഇമാം നവവി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മരിച്ചുപോയ ആൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ആ മയ്യത്തിന്റെ അടുത്ത് വെച്ച് അദ്ദേഹത്തെ കരുതി ഓതിയാൽ കൂലി കിട്ടും, സംശയം ആർക്കുമില്ല. ഖബറിന്റെ അടുത്ത് പോയി ഖുർആൻ ഓതി എന്നിട്ട് മയ്യത്തിനെ കരുതി എന്നാലും കൂലി കിട്ടും, തർക്കമില്ല. മയ്യത്തിന്റെ അടുത്തുമല്ല, ഖബറിന്റെ അടുത്തുമല്ല, ദൂരസ്ഥലത്ത് വെച്ചുകൊണ്ട് ഖുർആൻ ഓതുകയാണ്. എന്നാൽ ഇമാമുൽ ആസം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടെയും ഈ മയ്യത്തിനെ കരുതിയാൽ മതി എന്ന്. ഷാഫി ഇമാം പറയുന്നു, കരുതിയാൽ മാത്രം പോരാ, നിങ്ങൾ ഇതിന്റെ കൂലി അല്ലാഹ് നീ ഇന്ന ആൾക്ക് കൊടുക്കണമേ എന്ന് ദുആ കൂടി വേണം. അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബി മാ ഖറഅതു, ഞാൻ ഓതിയതിന്റെ സവാബിന്റെ മിസ്ല്, ഇതുപോലത്തെ ഒരു സവാബ് എനിക്ക് തരുന്ന അതുപോലുള്ള സവാബ് നീ ഇന്ന ആൾക്ക് കൊടുക്കണമേ എന്ന് ദുആ ചെയ്യണം. എന്നാലേ മയ്യത്തിന്റെ അടുത്ത് വെച്ചോ ഖബറിന്റെ അടുത്ത് വെച്ചോ ഓതുന്നത് പോലെ അല്ല, ദൂരെ സ്ഥലത്ത് വെച്ച് ഓതിയാൽ കിട്ടുകയുള്ളൂ എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. താലിബീങ്ങളും സഹോദരന്മാരും മനസ്സിലാക്കണം. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ കൂലി കിട്ടുമെന്നതിൽ 4 മദ്ഹബിന്റെ ഇടക്കോ മറ്റേതെങ്കിലും ഒരു ഇമാമിന്റെ ഇടക്കോ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഇല്ല. അവിടെ ദുആവും കൂടി വേണമോ വേണ്ടയോ എന്ന വിഷയത്തിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ പരിശുദ്ധ ഖുർആൻ ഒരു മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ഓതി അതിനെ ഹദിയ ചെയ്താൽ കൂലി കിട്ടുമെന്നതിൽ തർക്കമില്ല. എന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ ജനറൽ ജാഹിലുകളായ ചുരുക്കം ചില വ്യക്തികൾ ഇതിൽ പങ്കെടുക്കാതെ സ്വന്തം ബാപ്പയ്ക്ക് വേണ്ടി ദ്വാരക്കുകയാണെങ്കിൽ പോലും അതിൽ കൂടാതെ ദ്വാരയെ പറ്റിയോ അവിടെ ഒരു തർക്കവും ഈ വിഷയം അങ്ങനെയുമില്ല. ഇന്ന സ്വദഖത വദ്ദുആ യസിലു ലിൽ മയ്യിത്തി ബിത്തിഫാഖിൽ മുസ്ലിമീൻ. ഒരു മനുഷ്യന് വേണ്ടി സ്വദഖ ചെയ്താൽ, മരിച്ചവർക്ക് വേണ്ടി സ്വദഖ ചെയ്താൽ
മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്താൽ അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് ലോക മുസ്ലിമീങ്ങളുടെ ഏകകണ്ഠമായ നിസ്തർക്കമായ അവിതർക്കിതമായ തീരുമാനമാണെന്ന് ഇമാം നബി തങ്ങൾ തന്നെ ശറഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട്, മുഴുവൻ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും സുബ്ഹാനല്ലാഹ് ഇതിനെ എതിർക്കുന്നവരാണ്. എന്തിനാണ് ഇവർ ദീനിനെ പഠിക്കാതെ, ദീനിനെ മനസ്സിലാക്കാതെ ജാഹിലീങ്ങൾ ഇതിനെ എതിർക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം ഇവർ കൊണ്ടുപോയി പറയുന്നത് കുറെ ആളുകൾക്ക് ഷാപ്പിടാനുള്ള ഷാപ്പാട്ട് രാമന്മാർക്കുള്ളൊരു പദ്ധതിയാണ്. മരിച്ചവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നതിൽ യാതൊരു പ്രത്യേകതയുമില്ല എന്ന് പറയുന്ന വിവരം ഇല്ലാത്ത ജാഹിലീങ്ങളുമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ബാബു മനാഖിബ് ഖദീജത്തുൽ കുബ്റാ സഹീഹുൽ ബുഖാരിയിൽ കാണാം. ഖദീജ ബീവിയുടെ മൗലൂദിന്റെ അധ്യായം, ഖദീജ ബീവിയുടെ പേരിൽ മൗലൂദ് ഓതിയ അധ്യായം, അങ്ങനെ ഒരു ബാബു തന്നെ ബുഖാരിയിലുണ്ട്. ആ ബാബിൽ പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ ഗിർതു ലിഅഹദിൻ മിൻ നിസാഇൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഗിർതു ലിഖദീജത്തുൽ കുബ്റാ لأنه صلى الله عليه وسلم كثيرا ما يمدحها وربما يذبح شاة فيقسم لحمها على صواهب خديجة. താജുൽ പറ്റി ഞാൻ പറയും. അതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ പഠിപ്പിച്ച ആ പ്രസ്ഥാനം സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ ഞാൻ തങ്ങളുടെ പേരിൽ നിങ്ങളെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ മൗലിദ് ഓതുകയാണ്. ഖദീജ ബീവിയുടെ മദ്ഹും പ്രശംസയും അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ആയിഷ ബീവിയോട് തങ്ങൾക്ക് പ്രിയം, ഖദീജ ബീവിയോട് തങ്ങൾക്ക് പ്രിയമുള്ളതുപോലെ മറ്റൊരാൾക്ക് പ്രിയമുള്ളതായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. മാ ഗിർതു ലിഅഹദിൻ മിൻ നിസാഇൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഗിർതു ലിഖദീജത്തുൽ കുബ്റാ. ഖദീജത്തുൽ കുബ്റയോട് അല്ലാഹുവിന്റെ ഹബീബിന് പ്രിയമുള്ളതുപോലെ അവിടുത്തെ ഭാര്യമാരിൽ ഒരു ഭാര്യയോട് അവിടുന്ന് പ്രിയമുള്ളതായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ ഹബീബ് ഖദീജ ബീവിയെ ധാരാളമായി മദ്ഹ് ചെയ്യുന്നു, പ്രശംസിക്കുന്നു, അവിടുത്തെ മൗലിദ് ചെയ്യുന്നു. എന്നിട്ടോ ചിലപ്പോൾ അവിടുന്ന് ആട്ടിനെ അറുക്കും. എന്നിട്ട് ഖദീജ ബീവിയുടെ ചങ്ങാഴ്ചകളും സഹോദരിമാരുമായ അടുത്ത വീട്ടുകാർക്കൊക്കെ ഈ ആട്ടിന്റെ മാംസം കൊടുത്തയക്കുകയും ഭക്ഷിപ്പിക്കുകയും ചെയ്യുമെന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അപ്പോൾ ഒരു ദിക്റിന് ഒരുമിച്ച് കൂടിയാൽ, മൗലിദിന് ഒരുമിച്ച് കൂടിയാൽ, അല്ലെങ്കിൽ മരിച്ചവരുടെ മദ്ഹ് പറയാൻ ഒരുമിച്ച് കൂടിയാൽ, അതിന്റെ ശേഷം ഒരൽപ്പം ഭക്ഷണം ഒരു മുസ്ലിമിന് കൊടുത്തുപോയാൽ അതും വിജയത്താണ്, ഹറാമാണ്, ശിർക്കാണെന്ന് പറഞ്ഞു നടക്കുന്ന വിവരമില്ലാത്ത ജനങ്ങളും ഈ ലോകത്തുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊന്നും ശിർക്കല്ല, ബിദ്അത്തല്ല. അത് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച മാതൃക തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പേരിൽ ഖുർആൻ ഓതാൻ, ഖത്മ് ചെയ്യാൻ ഇവിടെ ഒരുമിച്ച് കൂടുന്നു എന്ന് കേട്ടപ്പോഴേക്ക് ചോദിക്കാതെ പല സഹോദരന്മാർ, നമ്മുടെ എറണാകുളത്തെ നൗഷാദ് സാഹിബ്, പാലത്ത് അബ്ദുറഹ്മാൻ ഹാജി തുടങ്ങി പലരും ഭക്ഷണത്തിന് വേണ്ടി മാംസവും വലിയും സാധനങ്ങളും ഞങ്ങൾ തരുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും അവരുദ്ദേശിച്ച എല്ലാവർക്കും റഹ്മത്തും ബറക്കത്തും ചെയ്തു കൊടുക്കുമാറാകട്ടെ. എല്ലാവർക്കും അറിയാം ഇത് നല്ലവരാണെന്ന്. നമ്മളിരിക്കുന്ന ഈ സ്റ്റേജ്, ഇതിന് 1,00,000 ഉറുപ്പിക ചെലവുണ്ട്.
സാധാരണ 1,00,000 ഉറുപ്പിക സമ്മേളനത്തിലൊക്കെ എഴുതി നമ്മളോട് വാങ്ങുന്നതാണ്. പക്ഷേ ആ സ്റ്റേജ് കെട്ടിത്തന്ന ബഷീർ വിളിച്ചിറങ്ങിക്കുന്നു, ഇന്നത്തെ സ്റ്റേജിന് 1 ഉറുപ്പികയും എനിക്ക് വേണ്ട, എന്റെ വകയായി താജുൽ ഉലമക്ക് വേണ്ടി ഇന്നത്തെ സ്റ്റേജ് സംഭാവനയാണെന്ന് ഈ സ്റ്റേജ് കെട്ടിത്തന്ന ബഷീർ നമ്മളോട് പറയുന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അല്ലാഹു അവരുടെ ഖബറിനെ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. ബഷീറിന്റെ ദാരിദ്ര്യവും വിഷമവും അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ സ്ഥല സൗകര്യങ്ങളിൽ അതെല്ലാം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. അങ്ങനെ എത്രയോ ആളുകൾ ഈ വിഷയത്തിന് കുക്കങ്ങൾ ചെയ്യുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ അവർ വിശ്വസിച്ചതുകൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കാൻ പാടുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ കരയാൻ പാടുണ്ടോ? ഇതെല്ലാം ഹദീസിന്റെ കിതാബുകളിലും ഫിഖ്ഹിന്റെ കിതാബുകളിലും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നൽ മയ്യിത്ത ലയുഅദ്ദബു ബിബുകാഇ അഹ്ലിഹി അലൈഹി. സഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നൽ മയ്യിത്ത യുഅദ്ദബു. നോക്ക്, മയ്യിത്ത് ശിക്ഷിക്കപ്പെടും ബിബുകാഇ അഹ്ലിഹി അലൈഹി. അദ്ദേഹത്തിന്റെ കുടുംബങ്ങള്, ഭാര്യയും ഭർത്താക്കളും മക്കളും ആ മയ്യത്തിന്റെ മേൽ കരഞ്ഞാൽ ആ കരയുന്ന കാരണം കൊണ്ട് മയ്യത്തിന് ഖബറിൽ ശിക്ഷയുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുപോലെ ഇത് മാത്രം കേട്ടിട്ട് പോകേണ്ട തിരക്കുള്ളവർ. മയ്യത്തിനു വേണ്ടി കരഞ്ഞാൽ മയ്യത്തിന് ശിക്ഷ ഉണ്ടാവും. ഇത് വളരെയധികം ചിന്തിക്കേണ്ടതല്ലേ? ഒരാൾ ചെയ്ത കുറ്റത്തിന് വേറൊരാളെങ്ങനെ ശിക്ഷിക്കല്? അതുണ്ടാവില്ലല്ലോ. ഒരാൾ ചെയ്ത ശിക്ഷ തെറ്റിന് മറ്റൊരാൾ ശിക്ഷിക്കുമോ? ഒരാൾ തത്രു വാസനത്വം ഇതോ ഉഖ്റ. അല്ലാഹു പറഞ്ഞു ഒരാളെ കുറ്റത്തിന് മറ്റൊരാൾ ശിക്ഷിക്കൂല, അത് ഖുർആൻ പറയുന്നു. അപ്പോൾ മയ്യത്തിന്റെ പേരിൽ കരഞ്ഞാൽ ഈ കരഞ്ഞവും കുറ്റക്കാരനല്ലാതെ കയറി വന്നാൽ മയ്യത്ത് ശിക്ഷണ്ടാവുക? മനസ്സിലാവുന്ന പറയുന്നു. അപ്പൊ ഈ ഹദീസുണ്ട്, ഈ ഹദീസും മാത്രം നോക്കി ഒറ്റ ഹദീസുമായി നടന്നാൽ, ഉലമാക്കൾ പറഞ്ഞത് നോക്കാതെ അപ്പുറവും ഇപ്പുറവും നോക്കാതെ ഹദീസ് എന്നും പറഞ്ഞ് നടന്നാൽ ഉണ്ടാകുന്ന അബദ്ധാണത്. എന്നാൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് അതാ വരുന്നു. വന്നുകൊണ്ട് ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ മുഖത്ത് ചുംബിച്ച് തലയിങ്ങെടുത്തപ്പോൾ അല്ലാഹുവിന്റെ റസൂല് കരയുന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുക്കുന്നു, കരയുന്നു. നേരത്തെ റസൂലുള്ളാഹി പറഞ്ഞത് മയ്യത്തിന് വേണ്ടി കരഞ്ഞാൽ മയ്യത്തിന് ശിക്ഷ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ? ആ റസൂലുള്ളാഹി കരയുന്നത്. സഹാബികൾ ചോദിക്കുന്നു, അഅൻത തബ്കി യാ റസൂലല്ലാഹ്, തങ്ങളും മയ്യത്തിന് വേണ്ടി കരയുകയാണോ? മരിച്ചവരുടെ പേരിൽ കരയുകയാണോ? ആ സമയത്ത് അല്ലാഹു തആലയുടെ റസൂൽ പറഞ്ഞതെന്താണ്? ഇത് ഹൃദയത്തിന്റെ സ്നേഹത്തിൽപ്പെട്ടതാണ് കേട്ടോ. ഇങ്ങനെ സ്നേഹമില്ലാത്തവനോട് ഒരു മുഅ്മിനിന്റെ വിഷയത്തിൽ ഹൃദയത്തിൽ വേദന വരാത്ത, സ്നേഹം വരാത്ത ആളുകൾക്ക് അല്ലാഹുവിന്റെ സ്നേഹമുണ്ടാകൂല. അതുകൊണ്ട് ഉണ്ടാക്കി കരയുന്നതിനെയാണ് നേരത്തെ പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് കരച്ചില് വരാതെ ഉണ്ടാക്കി കരയുക. അതുപോലെ ചില പെണ്ണുങ്ങളുണ്ട്, ഞാൻ ഭർത്താവ് മരിച്ചിട്ട് ഞാൻ കരഞ്ഞിട്ടില്ലെങ്കിൽ ആളുകളൊക്കെ എന്തോ വിചാരിക്കുമോ എന്ന് കരുതി അട്ടഹാസിച്ച് കരയുന്നവരുണ്ട്, നെഞ്ചത്ത് അടിക്കുന്നവരുണ്ട്, കുപ്പായം പറിച്ചു കീറുന്നവരുണ്ട്, തലമുടി പറിച്ച് എറിയുന്നവരുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇങ്ങനത്തെ കരച്ചിലാണ്. അതുമാത്രമല്ല, പഴയ കാലത്ത്
ഇദാ മിത്തു ഫൽഈനി ബിമാ അന അഹ്ലുഹു വബത്തി അലയ്യൽ ജൈബ യബ്നത മഅബദി എന്ന് പറഞ്ഞുകൊണ്ട് ജാഹിലിയ കാലത്ത് മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ കരയാൻ വേണ്ടി ഏൽപ്പിക്കും. മനസ്സിലായോ? മരിക്കുന്നതിന് മുമ്പ് തന്നെ കുറെ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് കരയാൻ വേണ്ടി ഏൽപ്പിക്കും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കരയണം കേട്ടോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുപ്പായം പറിച്ചു കീറണം എന്ന് വസിയ്യത്ത് ചെയ്ത് മുശ്രിക്കീങ്ങൾ കരയിപ്പിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. ഇന്നും അത് ചില സ്ഥലത്തിൽ ചില മതങ്ങളിൽ ഉണ്ട്. നമ്മുടെ മതങ്ങളിലല്ല, മറ്റു ചില മതങ്ങളിൽ മയ്യത്തിന്റെ കൂടെ കിടന്നുകൊണ്ട് വലഭാഗത്തും ഇടഭാഗത്തും കിടന്നിട്ടും ഇരുന്നിട്ടും കരയുന്ന സമ്പ്രദായമുണ്ട്. ഞാനത് കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഏൽപ്പിച്ചുകൊണ്ട് കരയുന്നതും അപ്രകാരം നെഞ്ചത്തടിക്കുന്നതും പറിച്ചു കീറുന്നതും കൂക്ക് വിളിക്കുന്നതുമായ കരച്ചിലാണ് അല്ലാഹുവിന്റെ ഹബീബ് വിരോധിച്ചിട്ടുള്ളത്. അത് പഠിപ്പിക്കാത്തതിന്റെ പേരിലാണ് മയ്യത്തിന് ശിക്ഷ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവൻ ചെയ്തിട്ടല്ല ഇവന്റെ ജീവിതകാലത്ത് ബാപ്പ മക്കളെ പഠിപ്പിക്കണം, ഇത്തരം കരച്ചിൽ നിങ്ങൾ ചെയ്യരുതെന്ന് പഠിപ്പിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ എത്ര വരെ പറഞ്ഞു എന്നറിയോ? ഈ അട്ടഹാസിച്ച് കരയുന്ന പെണ്ണുങ്ങളോട് കരച്ചിൽ നിർത്താൻ പറയണം. നിർത്തുന്നില്ലെങ്കിൽ അവരെ തൊള്ളയിൽ മണ്ണ് വാരി നിറക്കണം എന്ന് വരെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അത് അട്ടഹാസിച്ച് കരയുന്ന, ഒച്ചയിടുന്ന, വിളിച്ചു പറയുന്ന, കുപ്പായം കീറുന്ന, മുടി പറിച്ചു കളയുന്ന ഈ തോന്നിവാസത്തിനാണ്. അതേ സമയത്ത് ഒരു മകനോ അല്ലെങ്കിൽ കുട്ടികളോ മരിച്ചാൽ, അല്ലെങ്കിൽ ഉസ്താദുമാര് മരിച്ചാൽ, താജുല്ലുലമയെപ്പോലുള്ള നേതാക്കന്മാര് മരിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന വേദന, സ്നേഹം, ആ സ്നേഹത്തിന്റെ കരച്ചിലിന് ഒരിക്കലും കുറ്റമില്ല, അത് ഉണ്ടാകുന്നതാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഒരു ചെറിയ കുഞ്ഞ് മരിക്കാനടുത്തിങ്ങനെ റൂഹിങ്ങനെ പോകും തോന്നിക്കൊണ്ടിരിക്കുക. അപ്പോ സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, വാപ്പനോടൊന്ന് പെട്ടെന്ന് വരാൻ പറയണം, എന്റെ മോന് സൂക്കേട് കനസലാണ്, എന്റെ കുട്ടിക്ക് അധികമാണ്, ഒന്ന് വരാൻ പറയണമെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ തിരക്കിലാണ്, അള്ള തന്നത് അള്ള തന്നെ എടുക്കാണെങ്കിൽ നമ്മൾ കൊണ്ട് പൊരുത്തപ്പെടണോ? അപ്പൊ പെൺകുട്ടികളല്ലേ, പെൺകുട്ടിക്ക് അങ്ങനെ സബൂറ് വരൂല. വാപ്പനോട് തീർച്ചയായും വരാൻ പറയണമെന്ന് സത്യം ചെയ്തിട്ട് റസൂലുള്ളാഹിന്റെ മകള് സൈനബ് അങ്ങ് പറഞ്ഞു. അത് ചെന്ന് പറഞ്ഞപ്പോ റസൂലുള്ള പെട്ടെന്ന് പുറപ്പെട്ടു വന്നപ്പോൾ ഈ ചെറിയ കുഞ്ഞിന്റെ റൂഹ് പിരിയുന്ന സമയമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വാർന്നു, റസൂലുള്ള കരഞ്ഞു. അപ്പോൾ ഈ കരച്ചിൽ എപ്പോഴും ഉണ്ടാകും. അത് മഹബ്ബത്തുണ്ടെങ്കിൽ ഉണ്ടാകും, ഇല്ലെങ്കിൽ ഉണ്ടാവൂല. അങ്ങനെയാണ് സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട താജുല്ലുലമ വഫാത്തായപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, 15 കിലോമീറ്റർ നടക്കേണ്ടി വന്നു പലർക്കും. ഞങ്ങൾ നേരത്തെ പോയി അവിടെ എത്തിയതുകൊണ്ട് തിരക്കൊന്നുണ്ടായില്ല. പിന്നെ ഞങ്ങൾ രാത്രി ഒരൽപ്പം ഉറങ്ങാൻ വേണ്ടി കുറച്ച് ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയിരുന്നു. അവിടുന്ന് മടങ്ങി വരുമ്പോഴേക്ക് റോഡ് നിറഞ്ഞ് കവിഞ്ഞു ഒഴുകി. 1 ഇഞ്ച് പോലും കാറ് മുമ്പോട്ട് നീങ്ങാൻ സാധിക്കാത്ത വിധമായി. പക്ഷേ എന്നെയും സുലൈമാൻ ഉസ്താദിനെയും കണ്ടപ്പോൾ നമ്മുടെ പ്രവർത്തകന്മാര് എങ്ങനെയോ ജനങ്ങളെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഞങ്ങൾക്ക് വഴി തന്നു. ഞങ്ങൾ അതാ ജനാസ നിസ്കാരത്തിന്റെ മുമ്പ് തന്നെ അവിടെ വീണ്ടും ഞങ്ങളെത്തി. ആ സമയത്ത് നിങ്ങൾ നോക്കണം, 15 കിലോമീറ്ററോളം ജനങ്ങൾ നടന്നു വരികയാണ്. അതിന്റെ തലേത് രാത്രി അവിടെ ഹിന്ദുക്കളുടെ ഒരു ഉത്സവമുണ്ടായതുകൊണ്ട് നേരെ വഴിക്ക് നമ്മൾ പോകണ്ട, അവിടെ ബ്ലോക്കാണെന്ന് ഞങ്ങൾ വളഞ്ഞ വഴിക്കാണ് ഞങ്ങൾ പോയത്. പക്ഷേ ആ ഹിന്ദുക്കളുടെ അമ്പലത്തിൽ കടന്നടക്കുന്ന
ഉത്സവം പോലും അവര് തൽക്കാലം നിർത്തിവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ സ്ഥലത്തേക്ക് പോകുന്ന ആളുകൾക്ക് അവിടുത്തെ RSSകാരും അവിടുത്തെ ഹിന്ദുക്കളും മുഴുവൻ ആളുകളും സൗകര്യം ചെയ്തു കൊടുത്തു. നടന്നു പോകുന്നവർക്ക് വണ്ടി എവിടെയെങ്കിലും വെക്കണമല്ലോ, ആ വണ്ടി അവരുടെ പറമ്പിലേക്ക് കയറ്റിവെക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. സുബഹി നിസ്കാരം ഖളാകുമെന്ന് കണ്ടപ്പോൾ ഞങ്ങളെ കിണറിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് ഒളു ചെയ്തു നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും എല്ലാ ആളുകളും അവിടെ വന്ന ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തുകൊണ്ട് അവിടുത്തെ ഹിന്ദു മുസ്ലിം ഭേദമന്യേ എല്ലാവർക്കും ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ മനസ്സിലായതുകൊണ്ടാണ്, താജുൽ ഉലമയോടുള്ള പ്രിയം കൊണ്ടാണ്. പക്ഷേ ചില ആളുകൾക്ക് മാത്രം അങ്ങോട്ട് ദൂരമേറിപ്പോയതുകൊണ്ട് വരാൻ പറ്റിയില്ല. പോൽ മലപ്പുറത്തിന്റെ അങ്ങേ അറ്റത്തുനിന്ന് കാസർഗോഡും മംഗലാപുരത്തും ഒരു ചെറിയ കട ഉദ്ഘാടനമുണ്ടെങ്കിൽ കാറിൽ ഓടി അവിടം വരെ പോകുന്നവർ, ഏതെങ്കിലും ഒരു ചെറിയ കല്യാണമുണ്ടെങ്കിൽ അവിടം വരെ ഓടിപ്പോകുന്നവർക്ക് സുബ്ഹാനല്ലാഹ് താജുൽ ഉലമയുടെ സ്ഥലം ദൂരെയായതുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത കടുത്ത ഹൃദയത്തിന് നമ്മളൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായി വെളിച്ചത്ത് കൊണ്ടുവരുമാറാകട്ടെ, ബാത്തിലിനെ ബാത്തിലായി അല്ലാഹു തആല നശിപ്പിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം, അങ്ങനെ ലോകത്തുള്ള മുഴുവൻ എല്ലാ നല്ല ജനങ്ങളും ബഹുമാനപ്പെട്ട താജുൽ ഉലമയോട് ഇഷ്ടം വെക്കാനുള്ള കാരണമെന്താണ്? അത് നിങ്ങൾ കേട്ടതാണ്. മൻ കാന മഅല്ലാഹി കാനല്ലാഹു മഅ. ആരെങ്കിലും അല്ലാഹുവിന്റെ കൂടെ ആയാൽ അല്ലാഹു അവന്റെ കൂടെയാകും. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അല്ലാഹുവിന്റെ കൂടെ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ചു, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിച്ചു, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രസംഗിച്ചു. നേരത്തെ നിങ്ങൾ കേട്ടില്ലേ ദർസ്? ദർസ് എന്ന് പറഞ്ഞാൽ അത് വലിയ സംഗതിയാണ്. വലിയ വലിയ കിതാബ് വന്ന വലിയ മുതഅല്ലിമീങ്ങളാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ അന്നത്തെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളാണ് ഇപ്പൊ ഉടുപ്പി ഖാദി ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ. ഉടുപ്പിയിലും പരിസരത്തുമൊക്കെ ഖാദിയാണ്. കർണാടകയിലെ ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ് അലിക്കുഞ്ഞി മുസ്ലിയാർ. അവരോടൊക്കെ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഓതിപ്പടിക്കുന്ന കാലത്ത് എങ്ങനെയാണ് ദർസ് നടത്തിയിരുന്നത്? ഇബ്രാഹിം മുസ്ലിയാർ എന്ന് പറഞ്ഞ വലിയ പണ്ഡിതൻ, അവരെ മുമ്പിൽ ജയിക്കാൻ വേറൊരാൾക്ക് കഴിയൂല. അത്ര വലിയ അറിവുള്ള മഹാന്മാർ അവരൊക്കെ താജുൽ ഉലമയോട് ചോദ്യം ചോദിക്കുമ്പോൾ കിതാബ് നോക്കാതെ തുഹ്ഫയടക്കമുള്ള കിതാബുകൾ ദർസ് നിർത്തി ഖാദിയും ഹംദുല്ലയും മുസല്ലമും അതുപോലത്തുള്ള കിതാബുകൾ മുഴുവനും ദർസ് നടത്തി. അങ്ങനെ വലിയ നെഞ്ചൂക്കുള്ള പണ്ഡിതൻ, അലിമീങ്ങളുടെ ഗുരുനാഥൻ. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഹക്കിനെതിരായി ഒരു വാക്ക് പോലും പറയാത്ത വ്യക്തി, ഹക്ക് എവിടെ കണ്ടാലും അതിനെ സ്വീകരിക്കുകയും ബാത്തിൽ എവിടെ കണ്ടാലും എതിർക്കുകയും ഹക്കിന്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന മഹാൻ. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ അവിടുത്തെ പാഠപുസ്തകത്തിൽ ഒരു പാഠം ബിദ്അത്തുകാരോടുള്ള സമീപനത്തെ സംബന്ധിച്ച് ഒരു പാഠപുസ്തകമുണ്ടായിരുന്നു. ആ പാഠപുസ്തകം, അതിൽ നിന്ന് ഈ പാഠം എടുത്തു കളയണം എന്ന് ചില ആളുകളൊക്കെ ആവശ്യപ്പെട്ടു. അങ്ങനെ വിദ്യാഭ്യാസ ബോർഡിന്റെയും സമസ്തയുടെയും യോഗങ്ങളിൽ ചർച്ചയായി ഈ കാലഘട്ടത്തിലേക്ക് യോജിക്കാത്ത ചില വാക്കുകളുണ്ട്, അതുകൊണ്ട് അത് നമുക്ക് എടുത്തു കളയണമെന്ന് ചിലർ പറഞ്ഞു.
ആ പാടം എടുത്തു കളയണമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാനാള് പേര് പറയുന്നില്ല, പാടം എടുത്താൽ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും, അതുകൊണ്ട് നമുക്ക് ആ ബുക്ക് തന്നെ അങ്ങ് എടുത്തു കളയാം എന്ന് ഒരാൾ പറഞ്ഞു. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. കവി പറഞ്ഞത് അതിന്റെ ഇടക്കൊന്ന് ഭക്ഷണം കൊടുക്കട്ടെ എന്ന് തോന്നതാ. പ്രവർത്തകന്മാർക്ക് കൊടുക്കാം, ഒരുപാട് ഉണ്ട്, ആളുകൾ ധാരാളം ഉണ്ടല്ലോ. ആരും ശ്രദ്ധ മാറാതെ നിങ്ങളത് വാങ്ങി വെക്കുക. ഇൻഷാ അല്ലാഹ് പിന്നീട് കഴിഞ്ഞു. സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ ആരും വാങ്ങണ്ട, ഭക്ഷണം വാങ്ങണ്ട, അവർക്ക് ഇവിടെ സാധാരണ പോലെ ഉണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാത്ത ആളുകളൊക്കെ വാങ്ങുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമയാണ് ഗർജിക്കുന്ന സിംഹത്തെ പോലെ ബിദ്അത്തുകാരോടുള്ള നയം കൊല്ലത്തിലധികം നമ്മൾ പഠിപ്പിച്ചു വന്ന, നമ്മളോട് സ്വീകരിച്ചു വന്ന ആ നയം മാറ്റുന്നതിന് വേണ്ടി ബുക്ക് മാറ്റാനും പാഠം മാറ്റാനും ഒരു വരി പോലും മാറ്റാനും ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗർജിച്ചത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഭൂരിപക്ഷത്തിനനുസരിച്ച് പാസ്സാക്കുമെന്ന് പറഞ്ഞപ്പോ, എന്നാ പിന്നെ ഭൂരിപക്ഷമുള്ളതിൽ ഞങ്ങൾക്കങ്ങനെ ദീനിനെതിരായ ഒരു ഭൂരിപക്ഷത്തിന് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് 10 പേർ ഇറങ്ങിപ്പോന്നിട്ടുള്ളത്. ഇറങ്ങി വന്നിട്ട് കാറിലിരുന്നപ്പോ ബഹുമാനപ്പെട്ട താജുൽ ഉലമ കണ്ണുനീര് വാർത്തുകൊണ്ട് ദ്വാർന്നു, പടച്ചവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ സ്ഥാപിച്ചത് ഹക്ക് പറയാനും പഠിപ്പിക്കാനുമാണ്. അത് പറയാൻ കഴിയാത്ത സമയത്ത് ഞങ്ങളെ ഈ കസേലയിലേക്ക് ഇനി മടക്കല്ലേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ടാണ് അവിടെ നിന്നിറങ്ങിയത്. അതേ സമയത്ത് ഞങ്ങൾക്ക് ഹക്ക് പറയാനുള്ള എല്ലാ കഴിവും നൽകണം അല്ലാ എന്നുകൂടി ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ആ ദുആ കബൂലായി. ഇന്ന് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ബഹുമാനപ്പെട്ട താജുൽ ഉലമ പ്രസിഡന്റായി പ്രവർത്തിച്ചു. ഇവിടെ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. യാതൊരു സംശയവുമില്ല. അതിന് വ്യക്തമായ തെളിവല്ലേ ആ സമസ്തയുടെ കീഴിലുള്ള യുവസംഘടനയാണ് SYS. ആ SYS നടത്തിയ മീലാദ് കോൺഫറൻസ് കോഴിക്കോട്ട് നിങ്ങളിൽ അല്പപേരെങ്കിലും കണ്ടിട്ടുണ്ടാകുമല്ലോ. ആ കോഴിക്കോട്ട് കടപ്പുറം നിറഞ്ഞു കവിഞ്ഞു ഒഴുകി, റോഡുകളും നിറഞ്ഞു കവിഞ്ഞു ഒഴുകി ആളുകളെത്തിയത് നിങ്ങൾ മനസ്സിലാക്കണം, സിറാജിന്റെ ചെറിയ ഒരു പരസ്യം കൊണ്ട് മാത്രമാണ്. അതെല്ലാം എന്തുകൊണ്ട് ഇവിടെ സുന്നത്ത് ജമാഅത്ത് ശക്തിപ്പെടുന്നു എന്ന കാരണം കൊണ്ട് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ശക്തിപ്പെടുത്തി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ അവസ്ഥ ഞാൻ പറയട്ടെ. 1-2 കാര്യങ്ങൾ കൂടി. പലപ്പോഴും രാവിലെ 5 മണിക്ക് അല്ലെങ്കിൽ 4:30 മണിക്ക് പണ്ട് മംഗലാപുരത്തുനിന്ന് പുറപ്പെട്ടിരുന്ന ട്രെയിനിൽ തങ്ങളും ഞാനും കൂടി പുറപ്പെട്ടിട്ടുണ്ട്. എപ്പോൾ 1, 2, 3 ബോസിനും വഴുതിനും പോയി നേരം വെളുക്കുന്നത് ഒരേ ഉറക്കമൊഴിച്ച്, അങ്ങനെ ഉള്ളാളത്തേക്ക് പോകാൻ സമയമില്ല, നാട്ടിൽ പോകണം, ഇന്ന് മുസാവറുണ്ട്, മുസാവർക്ക് പോകണം എന്ന് പറഞ്ഞ് വണ്ടി കയറിയാൽ ആ വണ്ടിയിൽ വെച്ച് ഞാനും തങ്ങളും ഞങ്ങളെല്ലാവരും നിസ്കരിച്ചു കഴിഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ടവർ മുസ്ഹബെടുത്ത് മറിക്കുന്നു. ഖുർആൻ സാധാരണ ഓതുന്നത് പോലെ ഓതിത്തീർക്കുന്നു. അത് കഴിഞ്ഞാൽ രാത്രി മുഴുവനും ഉറക്കൊഴിച്ച തങ്ങൾ പിന്നെയും ഉറങ്ങുന്നില്ല. അവിടുന്ന് സാധാരണ ചെല്ലുന്ന ദലായിലുൽ ഖൈറാത്ത് അതുപോലുള്ള മറ്റ് ഔറാദുകൾ അത് മുഴുവനും ചൊല്ലിത്തീർത്തുകൊണ്ട് മാത്രമാണ്
അല്പമൊന്ന് ചായുന്നത് കേട്ടോ, അല്പമൊന്ന് കിടക്കുന്നത് കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം, അതുതന്നെയാണ് മരണപ്പെടുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എട്ടിക്കുളത്ത് ബഹുമാനപ്പെട്ട തങ്ങളുടെ വീട്ടിലെത്തിയപ്പോൾ ഈ ഫേസ്ബുക്ക് എന്നൊരു സാധനമുണ്ട് ഇപ്പോ. അതുകൊണ്ട് ഉപദ്രവമുണ്ട്, ഗുണമുണ്ട്. വലിയ ദോഷമുണ്ട്, വലിയ ഗുണമുണ്ട്. ഇപ്പൊ ഒരു ഗുണം കിട്ടിയെനിക്ക്. ഉപദ്രവമുണ്ട്. ഇവിടെ രാവിലെ ഞാൻ മുകളിൽ പോയി ബുഖാരി ദർസും തഹസ്സുസിന്റെ ദർസും എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ റൂം നിറച്ചു ആളുണ്ടാവും. ഈ ആളുകൾക്ക് പല ആവശ്യങ്ങളുണ്ടാവും. അക്കൂട്ടത്തിൽ വെള്ളം വന്നിരിക്കാൻ കുപ്പിയായിട്ട് വരുന്ന ആളുകളും ഉണ്ടാവും. ഒരു ദിവസം ഞാൻ തിരക്കിട്ട് കോഴിക്കോട്ടേക്ക് മീറ്റിങ്ങിന് പോകണം, എല്ലാവരെയും പറഞ്ഞു തീർത്ത് വെള്ളമൊക്കെ വന്നിരിച്ചു കൊടുത്ത് ഇറങ്ങി കാറിൽ കയറിയപ്പോ ഒരാളൊരു കുപ്പി വെള്ളം കൊണ്ടുവന്നു. ഞാനത് വലത്തെ കൈകൊണ്ട് വാങ്ങി ഇടത്തെ കൈയിൽ പിടിച്ച് അത് മന്ത്രിച്ച് ഊതുന്നു. എന്താ ഇടത്തെ കൈ പിടിക്കാൻ കാരണം? വലത്തെ കൈ കൊണ്ട് ഞാനിവിടെ ഒപ്പിട്ട് കൊടുക്കണ്ടേ നിർബന്ധമുള്ള ചില കടലാസുകളുണ്ട്. അത് 3-4 ദിവസം മേശപ്പുറത്ത് വെച്ചിട്ട് ഒപ്പിടാൻ സമയം കിട്ടാത്തത് നിർബന്ധമായി ഇന്നിടണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നപ്പം കാറിന്റെ മറ്റേ ഡോർ തുറന്ന് ഞാൻ അവിടുന്ന് ഒപ്പിട്ട് കൊടുക്കുകയും വലത്തെ കൈ കൊണ്ട് ഒപ്പിടുകയും ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഫൂന്ന് ഊതുകയും ചെയ്യുന്നു. ഏതോ ഒരു വിദ്വാൻ അതെടുത്തിട്ട് ഫേസ്ബുക്കിൽ കൊടുത്തു. ലോകോട്ട കണ്ടോ, ഇടത്തെ കൈ കൊണ്ട് കുടിക്കുന്നു കാന്തപുരം എന്ന് പറയാൻ കുറെ ആളുകൾ. ഇത് പറഞ്ഞോട്ടെ, നമുക്ക് വിരോധമല്ല, ഞാൻ കുടിച്ചിട്ടില്ലല്ലോ, എനിക്കത് മതി. പിന്നെ പക്ഷെ ജനങ്ങളെ വൈവേപ്പിച്ചു കൊടുത്താ ബേജാറ്. മാന്യമുമ്മിനിങ്ങളെ, അതുപോലെ ഇപ്പോ പിള്ളാർ തങ്ങൾക്ക് സുഖല്ല, ഒന്നും തിരിയൂല എന്ന് പറയാൻ തുടങ്ങിയിട്ട് 6 മാസത്തോൾ അധികമായിപ്പോയി. അത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തി ഞാൻ മെനിയാന്നാരോനെ കാണിച്ചെന്ന് വഫാത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ പോയപ്പോൾ ആ കോലം എടുത്ത് കൊടുത്തിട്ടുണ്ട്. ആരോ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ കിടക്കുന്ന സമയത്ത് ഉടുക്കുന്ന കള്ളിത്തുണിയാണ് ഉടുത്തിട്ടുള്ളത്, ബനിയനാണ് ഇട്ടിട്ടുള്ളത്, കുപ്പായം ധരിച്ചിട്ടില്ല. അങ്ങനെ കിടക്കുന്ന ആ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ഇരുന്നു. ഞാനുമായിട്ട് കുറെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ഇരിക്കുന്നു പറഞ്ഞു. മുന്നിലൊരു കസേരട്ട് ആ കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു, നിർബന്ധിച്ച് പറഞ്ഞപ്പോ ഞാനവിടെ ഇരുന്നു. കുറെ ഞാനിങ്ങനെ കൂന്ന് നിന്നിട്ട് സംസാരിച്ചതുകൊണ്ട് അവിടുന്ന് പലതും സംസാരിച്ച് ആ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, ക്ഷീണുണ്ട് എന്ന് പറയുന്നല്ലോ ഇവിടത്തേക്ക്. ഉണ്ട്, വല്ലാത്ത ക്ഷീണമാണ്, നിങ്ങൾ ദ്വാരക്കണം, എല്ലാവർക്കും ദ്വാരക്കണം. എന്നാലും ഇവിടുത്തെ ഔറാദുകളൊക്കെ ചെയ്യാറുണ്ടോ? ഉണ്ട്. ദലായിൽ ഖൈറാത്ത് ഇന്നും ഞാൻ ചൊല്ലിയിട്ടുണ്ട്, ഞാൻ ഇന്നും ഖുർആൻ ഓതിയിട്ടുണ്ട്, ഇന്നും ദിക്ർ ചൊല്ലിയിട്ടുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞപ്പോൾ അവിടുത്തെ ബുദ്ധിക്കൊരു തകരാറുമില്ല. അവിടുത്തെ ക്ഷീണമുണ്ടെങ്കിലും ഔറാദുകൾ കുറക്കുന്നില്ല, ഒഴിക്കുന്നില്ല. അങ്ങനെ മരണം വരെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾക്ക് ഉപദേശം നൽകുകയും നിർദ്ദേശം നൽകുകയും ഇബാദത്തുകൾ മുടങ്ങാതെ ചെയ്തു വരികയും ചെയ്ത ഒരു വലിയ പണ്ഡിതൻ സയ്യിദ് അഹ്ലു ബൈത്തിന്റെ മഹത്വം ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. വലിയ മഹത്വമാണ് സഹോദരങ്ങളെ. അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന അതിന്റെ മഹത്വം വലിയ മഹത്വമാണ്. മെനിയാന്ന് പരിശുദ്ധ മക്കയിലെ സയ്യിദ് അബ്ബാസ് മാലിക്കി തങ്ങളോട് തങ്ങളവരുടെ വഫാത്തിന്റെ വിവരം അറിയിച്ചപ്പോൾ അവിടെ നിന്ന് ദ്വാരക്കുകയും ഇന്നലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാനും എന്റെ കൂട്ടരെല്ലാവരും താജുല്ലഹക്ക് വേണ്ടി മയ്യത്ത് വായിബായ മയ്യത്ത് നിസ്കാരം നടത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ വ്യാഴാഴ്ച ഞങ്ങൾ വലിയ ദുആ സംഘടിപ്പിച്ചിട്ടുണ്ട് മക്കയിൽ.
എന്ന് പറഞ്ഞ ഉടനെ എന്നോട് പറയുന്നു, താജുൽ ഉലമയുടെ പരമ്പര ഒന്ന് എനിക്ക് അയച്ചു തരണം. എന്താണ് പരമ്പര? സഹോദരങ്ങളെ, അവിടുന്ന് പിതാവിന്റെ പിതാവ് തുടങ്ങി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ പിതാക്കളുടെയും പേര് എഴുതപ്പെട്ടിട്ടുണ്ട്. അതാണ് സയ്യിദന്മാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ഈ ഇരിക്കുന്ന സയ്യിദന്മാർ, അതാ എല്ലാ സയ്യിദന്മാരും അവരുടെ സിൽസില, അവരുടെ ഷദറ, അവരുടെ പരമ്പര ഇവിടെയുണ്ട്. പിതാവിന്റെ പിതാവ് അങ്ങനെ റസൂലുള്ളാഹി വരെ ചെല്ലുവെല്ലുന്ന എല്ലാ മുഅ്മിനീങ്ങളും അവർ സയ്യിദന്മാർ ഇവിടെ കാണിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടേത് അങ്ങനെയല്ല. നമ്മുടേത് 5 or 10 ആളുണ്ടാവും. അൽഹംദുലില്ലാഹ്, സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ ഒരുമെത്തി. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. അന്ന് രാവിലെ എന്നോട് പറഞ്ഞ് 2 സ്ഥലത്ത് പോകാനുണ്ട്, മഗ്‌രിബിന്റെ ശേഷമായത്. ഒന്ന് വയനാട്ടിലാണ്, സാധുക്കളായതുകൊണ്ട് പോകാണ്ടെന്നോടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പോയിട്ട് വേഗം വരണമെന്ന്. എങ്ങനെയപ്പ അവിടെയൊക്കെ പോയിട്ട് ഇത്ര പെട്ടെന്ന് വരികയെന്ന് പറഞ്ഞാൽ വയനാട്ടിലൊക്കെ പോയിട്ട് ഓടി വരാന്ന് പറഞ്ഞാൽ അത് കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ഇന്നലെ മലേഷ്യ നിന്ന് വന്നിട്ടേ ഉള്ളൂ, തന്നെ വർക്കൗട്ട് കള്ളാവ് കിട്ടിയിട്ടില്ല. എനിക്ക് അൽഹംദുലില്ലാഹ്. അപ്പോൾ അവിടെ തന്നെ ഇരിക്കാൻ അതിന് വെച്ചതാ കസ. ഔറാദുകൾ മരണം വരെ ഔറാദുകൾ ചെയ്യും, മരണം വരെ ഇബാദത്തുകൾ ചെയ്യും. എടുത്ത് മക്കളെയും ബന്ധുക്കളെയും വിളിച്ചു വരുത്തി അവരുടെ സന്നിധാനത്തിൽ വെച്ച് നമ്മളോട് യാത്ര പറഞ്ഞ ബഹുമാനപ്പെട്ട താജുൽ ഉലമ. അത് താജുൽ ഉലമ തന്നെയാണ്. പക്ഷെ ആ പേര് ഉള്ളാളത്ത് വെച്ച് ബഹുമാനപ്പെട്ട തങ്ങളുടെ 100കണക്കായ ശിഷ്യന്മാരെല്ലാം കൂടി തങ്ങളെ ആദരിച്ചു. ഒരിക്കൽ അന്ന് തങ്ങൾക്കൊരു ലഖബ് വേണം, ഒരു പേര് വേണം. അതാരാണ് പറയുന്നത്, ഏത് പേരാണിടുന്നത് എന്ന് ചോദിച്ചപ്പോ എല്ലാവരും കൂടി എന്നെ ഏൽപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഖൽബിൽ ആ പേര് തോന്നിപ്പിച്ചു തന്നു. സ്റ്റേജിൽ വെച്ച് ഞാൻ താജുൽ ഉലമ എന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടിയ എല്ലാ ശിഷ്യന്മാരും 10,000കണക്കിന് ആളുകളും അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി ബഹുമാനപ്പെട്ട തങ്ങളോട് യോജിച്ച പേര് തന്നെ. ഉലമാക്കളുടെ കിരീടം, ഉലമാക്കളുടെ നേതാവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെയാണ് അഖിലേന്ത്യാ ജംഇയ്യത്തുൽ ഉലമ, സുന്നി ജംഇയ്യത്തുൽ ഉലമ ഞങ്ങൾ രൂപീകരിക്കുമ്പോൾ ആദ്യമായി അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത് യുപിയിലെ ബറേലി ഷരീഫിൽ വെച്ചുകൊണ്ടാണ്. അവിടെ വടക്കേ ഇന്ത്യയിലെ ഏകദേശം 500-ൽ പരം വരുന്ന ആലിമീങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയും ഞങ്ങളെല്ലാവരുമുണ്ട്. അവിടെ പ്രസിഡന്റ് വയാഉൽ മുസ്തഫ മഹാനവറുകളെ യുപിക്കാരനാണ്. അവരെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. 2ാമത്തെ തെരഞ്ഞെടുത്തു. വിനീതനായ എന്നെ ജനറൽ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തു. അങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പും 40 ആളുടെ പേരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ യുപിയിലെ പണ്ഡിതന്മാരൊന്നായി പറഞ്ഞു, ഹമാരേ ലിയേ ഏക് സർപ്രസ്ത് ഹോനാ ചാഹിയേ, ഓ താജുൽ ഉലമാ ഹേ. ഞങ്ങൾക്കൊരു സർപ്രസ്ത് വേണം എന്ന് പറഞ്ഞാൽ ഈ പണ്ഡിതന്മാരെ മുഴുവനും നിയന്ത്രിക്കുന്ന അതിന്റെ മേൽഘടകമായ ഒരു ഉന്നതമായ പദവി കൊടുത്ത ഏറ്റവും വലിയ മഹാസ്ഥാനം, ഏറ്റവും വലിയ അഡ്വൈസറി ചെയർമാൻ അത് താജുൽ ഉലമയാവണമെന്ന് യുപിയിലും ബീഹാറിലും
കാശ്മീരിലുമെല്ലാമുള്ള പണ്ഡിതന്മാര് ബഹുമാനപ്പെട്ട തങ്ങളെ സംബന്ധിച്ച് പറയണമെങ്കിൽ അവർക്ക് മനസ്സിലാകണമല്ലോ താജുല്ലുലമയാണെന്ന്. അങ്ങനെ മനസ്സിലാക്കി അവർ പറഞ്ഞു മരണം വരെ ആ മഹത്തായ സ്ഥാനവും കൂടി വഹിച്ചുകൊണ്ടാണ് മഹാനവറുകൾ നമ്മളോട് വിട്ടുപിരിഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മകളുടെ കുട്ടി മരിച്ചപ്പോൾ കരഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് ചുംബിച്ചുകൊണ്ട് തലപൊക്കിയപ്പോൾ കരഞ്ഞതുപോലെ ഹൃദയത്തിലുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുഅ്മിനീങ്ങൾ കരയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ഈ വിടവ് നമുക്ക് മറ്റുള്ള സയ്യിദന്മാരെ കൊണ്ട് പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. താജുല്ലുലമക്ക് അല്ലാഹു വലിയ ദർജന കൊടുക്കുമാറാകട്ടെ. ഞാനിനി നീട്ടി സംസാരിക്കുന്നില്ല, എന്നെക്കൊണ്ട് കഴിയുന്നില്ല. ബഹുമാനപ്പെട്ട തങ്ങളെ സംബന്ധിച്ച് പറയാൻ അത്രയുമധികം പാഠം മഹാനായ തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മോടൊപ്പം എല്ലാ സമയത്തും ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമ്മുടെ കൂടെ മർക്കസിന്റെ മുഴുവൻ വാർഷിക സമ്മേളനത്തിലും അധ്യക്ഷത വഹിച്ചത് തങ്ങളാണ്. മർക്കസിൽ നടന്ന ഖത്മുൽ ബുഖാരിയുടെ ഒരു യോഗത്തിലൊഴിച്ച് മറ്റെല്ലാ പരിപാടിയിലും വന്ന് കുട്ടികൾക്ക് ബുഖാരി അവസാനത്തെ ഹദീസ് ഓതിക്കൊടുത്തത് തങ്ങളായിരുന്നു. ഇവിടുത്തെ സനതുദാനം ഈ കഴിഞ്ഞ കാലമത്രയും നടത്തിയത് ബഹുമാനപ്പെട്ട തങ്ങളുടെ കൈകൊണ്ടായിരുന്നു. അങ്ങനെ ഇനി നമുക്കാരാണുള്ളത്? അർഹമുറാഹിമായ അല്ലാഹു ആ ബഹുമാനപ്പെട്ട തങ്ങളുടെ മദദ്, അവിടുത്തെ നോട്ടം നമ്മളിലേക്ക് ഇട്ടുതരുമാറാകട്ടെ. അൽ അർവാഹു ജുനൂദും മുജന്നദാ. ഈ കാണുന്ന ശരീരങ്ങൾ മീറ്റിംഗ് കൂടുന്നത് പോലെ റൂഹുകൾ മീറ്റിംഗ് കൂടുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു. മരിച്ചുപോയ ആളുകളെയും ഹയാത്തുള്ളവരുടെയും ഒക്കെ റൂഹുകളുണ്ട് ഒരു മീറ്റിംഗ് കൂടല്. ആ മീറ്റിംഗ് കൂടുന്ന സമയത്ത് മാത്രം അവര് പരിചയമുള്ളവർക്ക് ഒരുമിച്ച് കൂടും. അതാ ബഹുമാനപ്പെട്ട താജുല്ലുലമ ഒരുമിച്ച് കൂടും. ബഹുമാനപ്പെട്ട വേഗത്ത് സയ്യിദ് അബ്ദുൽ ഖാദിർ അഹ്ദൽ തങ്ങളുടെ റൂഹ് ഒരുമിച്ച് കൂടും. സയ്യിദ് ഫളൽ തങ്ങളുടെ റൂഹ് ഒരുമിച്ച് കൂടും. സയ്യിദ് ജബലുൽ തങ്ങളുടെ റൂഹ് ഒരുമിച്ച് കൂടും. സയ്യിദ് ഹുസൈൻ ശിഹാബ് തങ്ങളുടെ റൂഹ് ഒരുമിച്ച് കൂടും. ശൈഖുനാ ബഹറുൽ ഉലൂം അശ്ശൈഖ് സൈനുദ്ദീൻ ഇബ്നു അലി ഹസൻ അൽ മഖ്ദൂമി ഒക്കെ ഉസ്താദിന്റെ റൂഹ് ഒരുമിച്ച് കൂടും. കൊണ്ടൂർ ഉസ്താദിന്റെ റൂഹ് ഒരുമിച്ച് കൂടും. അങ്ങനെ അതാ പയ്യനാട് തങ്ങളുടെ റൂഹ് ഒരുമിച്ച് കൂടും. താഹിർ തങ്ങളുടെ റൂഹ് ഒരുമിച്ച് കൂടും. നമ്മുടെ മഹാന്മാരിൽ നിന്ന് മരിച്ചുപോയ ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ മുസ്ലിയാർ മർക്കസിന്റെ വൈസ് പ്രസിഡന്റായി മരിച്ചുപോയവർ അവരുടെ റൂഹ് ഒരുമിച്ച് കൂടും. ഞങ്ങളുടെ എന്റെ ഉസ്താദുമാരായിരുന്ന അബ്ദുൽ ഹമീദ് മുസ്ലിയാരും പോക്കരുകുട്ടി മുസ്ലിയാരും ഇമ്പിച്ചാലി ഉസ്താദും ചെറുസോല ഉസ്താദും അങ്ങനെ തുടങ്ങിയവരും നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാരും അബ്ദുള്ള മുസ്ലിയാരും ലത്തീഫ് മുസ്ലിയാരും തുടങ്ങി എന്റെ ശിഷ്യന്മാരായിരുന്ന അണ്ടോണ മൈദി മുസ്ലിയാർ, CP അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, UP അബൂബക്കർ കുട്ടി മുസ്ലിയാർ, അങ്ങനെ തുടങ്ങിയ വലിയ തഖാഫികളും അല്ലാത്തവരുമായ പണ്ഡിതന്മാര് മരണപ്പെട്ടു പോയവര്, അങ്ങനെ നിരവധി ആലിമീങ്ങൾ നമ്മളിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്. മുതഅല്ലിമീങ്ങളും സഖാഫികളും മരിച്ചുപോയവരുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു അൽ അർവാഹു ജുനൂദും മുജന്നദാ. റൂഹുകളൊക്കെ മീറ്റിംഗ് കൂടുന്നതാണ്. ആ കൂടുന്ന സമയത്ത് മാ തആറഫ പരിചയമുള്ള ആളുകളൊക്കെ ഇഖ്തലഫ അവരൊരുമിച്ച് കൂടും. വമാ തനക്കറ ഒരിക്കലും യോജിപ്പില്ലാത്ത കൂട്ടർ, യാതൊരു യോജിപ്പുമില്ലാത്ത കൂട്ടർ ഇഖ്തലഫ അവര് വിട്ടുപോകും. അതിവിടെയും അങ്ങനെയാണല്ലോ. നമ്മളെ യോഗം ചേരുമ്പോഴും അങ്ങനെയാണല്ലോ. നമ്മളോട് എതിർക്കുന്ന ആളുകൾ വിട്ടുപോകും, യോജിക്കുന്നവർ ഒരുമിച്ച് കൂടും. അതുപോലെ റൂഹുകളും മീറ്റിംഗ് കൂടുകയും അവരൊരുമിച്ച് കൂടുകയും ചെയ്യും.
എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു. അതുകൊണ്ട് തീർച്ചയായും താജുൽ ഉലമയുടെ റൂഹ്, ശൈഖ് ഖൈറുദ്ദീൻ കുട്ടി ഉസ്താദിന്റെ റൂഹ്, അവരുടെ തങ്ങളുടെ റൂഹ്, നമ്മുടെ മറ്റ് സയ്യിദന്മാരുടെ റൂഹ്, അവരെല്ലാം നമ്മൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും നോക്കിക്കാണുന്നുണ്ട്, അവർ വീക്ഷിക്കുന്നുണ്ട്. നമ്മളെ സ്വലാത്തിന്റെയും ദിക്റിന്റെയും പ്രതിഫലം അവർക്കെല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. സംശയം വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മളെയും അവന്റെ റഹ്മത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് മർക്കസുൽ സഖാഫത്തി സുന്നിയയുടെ തറക്കല്ലിട്ടത് മുതൽ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന താജുൽ ഉലമ, മറ്റ് സയ്യിദന്മാർ, ഞാൻ പേര് പറഞ്ഞ മുഴുവൻ ആളുകൾ, കൂടാതെ ബഹുമാനപ്പെട്ട ശൈഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറ ഈ ഭൂമിയിൽ വന്ന് അത് നമുക്ക് വേണം, ഇത് നമുക്ക് വേണം, അത് നമുക്ക് വേണം എന്ന് ചൂണ്ടിക്കാണിച്ചു തന്ന എല്ലാ സ്ഥലങ്ങളും നമ്മൾ വാങ്ങി നമുക്ക് ലഭിച്ചു. അങ്ങനെ മിക്കതും ലഭിച്ചു. കുറച്ച് താമസം വരുമെന്ന് പറഞ്ഞത് ലഭിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ നിയന്ത്രിക്കുന്ന സിയം വലിയുള്ളായി വടകര മുഹമ്മദ് ഹാജി തങ്ങൾ തുടങ്ങിയ മഹാന്മാർ, ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാർ, അവരൊക്കെ ഇവിടെ വന്ന് ദുആ ചെയ്തവരാണ്. പരിശുദ്ധ മക്കയിലെ വലിയ പണ്ഡിതന്മാർ സയ്യിദ് മുഹമ്മദ് അലവി മാലികി ഖദ്ദസല്ലാഹു സിർറഹു, അവരാണ് ഈ സ്ഥാപനത്തിന് തറക്കല്ലിട്ടത്. നിങ്ങൾക്കറിയാമല്ലോ, തറക്കല്ലിട്ടിട്ട് പിന്നെ അവസാനം അവർ വഫാത്താകുന്നതിന്റെ മുമ്പ് ഇവിടെ രണ്ടാമത് വന്നു സ്ഥാപനത്തിൽ ഒരുമിച്ചുകൂടി അയൽമീങ്ങൾക്കെല്ലാം ഇജാസത്ത് കൊടുത്തു. അങ്ങനെ മടങ്ങിപ്പോയി. റബീഉൽ അവ്വലിൽ വന്നു മടങ്ങിപ്പോയിട്ട് റമളാനായപ്പോൾ അവിടുന്ന് വഫാത്തായിപ്പോയി. അതുപോലെ പരിശുദ്ധ മക്കയിലെ ഷെയ്ഖ് ഇസ്മായിൽ സൈൻ എന്ന വലിയ മുഹദ്ദിസ്, അതിന്റെയും ഉസ്താദായ അബുൽ ഫൈദ് മുഹമ്മദ് യാസീൻ ഫാദാനി മക്കൽ മുക്കറമ തുടങ്ങിയ വലിയ വലിയ ഔലിയാക്കള് ആലിമീങ്ങൾ സന്ദർശിച്ച സ്ഥലമാണ് നമ്മുടെ മർക്കത്ത്. അവര് നിസ്കരിച്ച പള്ളിയാണ് നമ്മുടെ പള്ളി. അവര് ദുആ ചെയ്ത സ്ഥലമാണ് നമ്മുടെ സ്ഥാപനം. അതുകൊണ്ട് തന്നെയാണ് അൽഹംദുലില്ലാഹ് ഇന്നും നമ്മുടെ സ്ഥാപനത്തിലേക്ക് നല്ല നല്ല മുതഅല്ലിമീങ്ങൾ അവരുടെ സ്വന്തം മനസ്സാലെ വരുന്നു. ഈ കാണുന്ന വലിയ വലിയ മഹാന്മാരൊക്കെ അവരുടെ കുട്ടികളെ പറഞ്ഞേക്കുന്നു. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ മകൻ അഹ്സനിയായതിന്റെ ശേഷം ആ മകനെയും ഒരു കൊല്ലം തഹസ്സുസിൽ പഠിക്കാൻ പറഞ്ഞയച്ചു തന്നു. അദ്ദേഹം പഠിച്ചു കാമിൽ സഖാഫിയായി. പക്ഷേ അല്ലാഹുവിന്റെ അലംഘനീയമായ സമയം നിയമം വന്നപ്പോൾ ആ കുട്ടി മരണപ്പെട്ടു പോയി. അർഹമുർ-റഹീമായ അല്ലാഹ് ആ കുട്ടിയുടെ ഖബറിന് നീ സ്വർഗ്ഗതുപ്പാക്കണം റഹ്മാനേ. അവർക്ക് നീ ദർജന കൊടുക്കണം റഹ്മാനേ. അവിടുത്തെ കുടുംബങ്ങൾക്ക് സുലൈമാൻ ഉസ്താദിനും അതുപോലെ ആ കുട്ടി അവരുടെ ഭാര്യന്റെ പിതാവായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർക്കും മറ്റെല്ലാവർക്കും നീ ബർക്കത്ത് കൊടുക്കണം റഹ്മാനേ. അർഹമുർ-റഹീമായ റബ്ബേ, താജുൽ ഉലമയുടെ കറാമത്ത് ഒരുപാട് കാലം ഞങ്ങൾ കണ്ടതാണ്. കറാമത്തുകളിൽ വെച്ച് വലിയ കറാമത്ത് ആകാശത്തുകൂടെ പറക്കലല്ല, വെള്ളത്തിലൂടെ നടക്കലല്ല, മറിച്ച് ഹക്കിന് ഹക്കായി പറയലും അതിനുവേണ്ടി പ്രവർത്തിക്കലും, അതാണ് വലിയ കറാമത്ത്. ആ കറാമത്ത് താജുൽ ഉലമയുടെ ജീവിതത്തിൽ ഞങ്ങൾ എമ്പാടും കണ്ടവരും അനുഭവിച്ചവരുമാണ്. ഇനിയും അവിടുത്തെ കറാമത്തുകൾ നിലനിർത്തി വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. അവിടുത്തെ കറാമത്ത് കൊണ്ട് ഞങ്ങളെ സ്ഥാപനങ്ങളെല്ലാം വളർത്താൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദ് ഉണ്ടായിട്ട് പോലും ശംസുൽ ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദ് ഉണ്ടായിട്ട് അവര് വലിയ ഉസ്താദല്ലേ, അവരുണ്ടായിട്ട് പോലും സനദ് ദാനം ചെയ്യാൻ വേണ്ടി താജുൽ ഉലമയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വരെ. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ശേഷവും അവിടുത്തെ ഹയാത്ത് കാലത്തും വിളിച്ചിട്ടുള്ളത്. അത്രയും വലിയ മഹാൻ താജുൽ ഉലമ, അവരുടെ ദർജന നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ, അവിടുത്തെ മർത്തബതി ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ധീരതയും ധൈര്യവും സുന്നത്ത് ജമാഅത്തിന്റെ കടുത്ത ഉറപ്പും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. അർഹമുർ റഹീമേ, ഈ സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ ഇവിടെയുണ്ടായിരുന്ന പ്രവർത്തിച്ചിരുന്ന മുഴുവൻ ആളുകളും EK അബൂബക്കർ മുസ്ലിയാർ, EK ഹസൻ മുസ്ലിയാർ തുടങ്ങി ബഹുമാനപ്പെട്ട നടിയനാട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അതുപോലെ അണ്ടോറ അബ്ദുള്ള മുസ്ലിയാർ, എന്റെ ഗുരുനാഥനായ പോക്കരുകുട്ടി ഉസ്താദ്, അങ്ങനെയുള്ള എല്ലാ ആലിമീങ്ങൾക്കും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മുഴുവൻ ആലിമീങ്ങൾക്കും നീ ദർജനേറ്റിക്കൊടുക്കണം റഹ്മാനേ. ഈ സ്ഥാപനത്തിലെ മുതഅല്ലിമീങ്ങൾക്ക് ഇൽമു പകർന്നു തന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആലിമീങ്ങൾക്കും ഇവിടുന്ന് പഠിച്ചുപോയി മരിച്ചുപോയ മുതഅല്ലിമീങ്ങൾക്കും സഖാഫികൾക്കും അല്ലാത്തവർക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ തുടങ്ങി മരണപ്പെട്ടു പോയ മുഴുവൻ സയ്യിദന്മാർക്കും നീ ദർജനയേറ്റിക്കൊടുക്കണം റഹ്മാനേ. അവരുടെ എല്ലാവരുടെയും മക്കൾക്കും കുടുംബത്തിനും നീ ഐശ്വര്യവും ബർക്കത്തും ചെയ്തു കൊടുക്കണം റഹ്മാനേ. മുഹമ്മദ് സഖാഫി ജിദ്ദയിൽ ഇപ്പോൾ മരിച്ചിരിക്കുന്നു. മുഹമ്മദ് സഖാഫി അമ്മിനിക്കാട്, അല്ലാഹ്, അല്പം മുമ്പ് ജിദ്ദയിൽ മരണപ്പെട്ടു പോയി. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അതുപോലെ ജൂനിയർ ശരീഅത്തിലെ ഉസ്താദായിരുന്ന മുസ്തഫ മിസ്ബാഹി മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുവന്നിട്ടില്ല. ഇന്നലെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. വളരെ ദൂര സ്ഥലത്ത് ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ ഒരു ചെറിയ വീട് കണ്ടപ്പോ, യതീമായ 4-5 മക്കളെയും കണ്ടപ്പോ മക്കളെയൊക്കെ ഞാൻ വിളിച്ചു വരുത്തി. ഞാൻ പറഞ്ഞു, മക്കളെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു, മർക്കസ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് 2 വയസ്സായ 1.5 വയസ്സായ കുട്ടികളുണ്ട്. ആ കുട്ടികളെ മുഴുവനും മർക്കസ് ഏറ്റെടുത്തു. അങ്ങനെ ഞാൻ അവിടുന്ന് ആ വീട് നിൽക്കുന്ന സ്ഥലം ഇവരുടെ സ്വന്തം പേരിലാണോ എന്ന് ചോദിച്ചു. അതെ, സ്ഥലം അവർക്ക് തന്നെയാണെന്ന് അവരെ വാപ്പ പറഞ്ഞു. അപ്പോ ഞാൻ എന്റെ മനസ്സിലുണ്ടായി, ഒരു വീട് നിർമ്മിച്ചു കൊടുക്കണോ. അങ്ങനെ ഗൾഫിലുള്ള ചില സഹോദരന്മാരെ വിളിച്ചു പറഞ്ഞ് ഇന്നും അൽഹംദുലില്ലാഹ് ബുറൈദയിലും പിന്നെ തൊട്ടടുത്ത സ്ഥലം മറന്നുപോയി എന്നോട്. 2 സ്ഥലത്തുള്ള പ്രവർത്തകന്മാർ അദ്ദേഹത്തിന് ഒരു വീടുണ്ടാക്കി കൊടുക്കാന്ന് ഏറ്റു, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാന്ന് ഏറ്റു. അൽഹംദുലില്ലാഹ് അവർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ കുട്ടികൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മിസ്ബാഹിക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച മുഹമ്മദ് നിയാസ് മഞ്ഞപ്പിത്തം കാരണം മരിച്ചു. മുഹമ്മദ് നിയാസ് മഞ്ഞപ്പിത്തം കാരണം മരിച്ചുപോയി. പഠിച്ചവനെ സ്കൂളിൽ പഠിച്ച കുട്ടി. ആ കുട്ടിക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, പുറത്തു കൊടുക്കണേ അല്ലാഹ്. അതുപോലെ നമ്മുടെ ഒരുപാട് കുട്ടികളുണ്ട്. ഈ വെള്ളിമാട് കുന്ന് കഴിഞ്ഞ വർഷം മരിച്ചുപോയ ആക്സിഡന്റിൽ മരിച്ച കുട്ടി. ആ കുട്ടിക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ എല്ലാ ബന്ധപ്പെട്ട ആളുകളും മരിച്ചുപോയവർക്ക് അല്ലാഹു ഖബറിനെ സ്വർഗ്ഗതുപ്പാക്കി കൊടുക്കട്ടെ. ഇപ്പോൾ ഇവിടെ സംസാരിച്ച ഡോക്ടർ അബ്ദുസ്സലാം സാഹിബിന്റെ ഉമ്മ മരിച്ച ദിവസമാണെന്ന് പറഞ്ഞു. അല്ലാഹു ഉമ്മക്ക് പുറത്തു കൊടുക്കട്ടെ. എന്റെ ഭാര്യന്റെ എന്റെ ഉമ്മ ഇന്നലെയാണ് മിനിയാന്നാണ് മരണപ്പെട്ട ദിവസം. അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ അതുപോലെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. എല്ലാവരും മനസ്സിൽ കരുതിക്കോളി. താജുൽ ഉലമക്ക് വേണ്ടി വായിക്കുമ്പോ മറ്റുള്ളവരെയും കൂട്ടിയാൽ താജുൽ ഉലമക്ക് കുറയൂല, മറ്റുള്ളവർക്കും കുറയൂല. അള്ളാഹുവിന്റെ ഹിക്മത്ത് അങ്ങനെയാണ്. അർഹമുർ റഹീമായ അല്ലാഹ്, എല്ലാവർക്കും നീ പുറത്തു തരണേ അല്ലാഹ്, എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തരണേ അല്ലാഹ്.
ഞങ്ങൾ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത് വളരെ ഞെരുങ്ങിയാണ്. ആ ഞെരുക്കങ്ങളെല്ലാം നീ തീർത്തു തരണേ റഹ്മാനെ. ഞങ്ങളെ കടങ്ങളെ വീട്ടി തരണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ കൈകൊണ്ടാണ് നോളേജ് സിറ്റിയിൽ ആദ്യമായി നമ്മൾ പ്രവർത്തനം തുടങ്ങിയത് എന്ന് നേരത്തെ ഡോക്ടർ അബ്ദുസ്സലാം പറഞ്ഞുവല്ലോ. മന്ത്രിമാരൊക്കെ വന്ന് തറക്കല്ലിടുന്നതിന് മുമ്പ് 313 സയ്യിദന്മാര് വന്നിട്ട് കുറ്റിയടിച്ച് തറക്കല്ലിടൽ തുടക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എത്രയോ സയ്യിദന്മാര് വന്ന് ആ സയ്യിദന്മാരുടെ നേതാവ് താജുൽ ഉലമ തങ്ങളെ കൈകൊണ്ട് ആരംഭിച്ച ആ നോളേജ് സിറ്റി ഞങ്ങൾക്ക് നീ പൂർത്തിയാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ മറ്റെല്ലാ പ്രവൃത്തിയും നീ പൂർത്തിയാക്കി തരണം റഹ്മാനെ. اللهم ما قدرت لنا من خير وشرعنا فيه بتوفيقك وتيسيرك فطمنه لنا بأكمل الوجوه وأصوبها يا أرحم الراحمين وإنك على كل شيء قدير وبالإجابة جدير. أرحم الراحمين يا الله എല്ലാവർക്കും ഗുണം ചെയ്യണേ അല്ലാഹ്. സൗജന്യമായി ഞങ്ങൾക്ക് സ്റ്റേജ് തന്ന ബഷീറിനും ഇവിടെ ഭക്ഷണം കൊടുക്കാൻ പണവും മാംസവും അരിയും എല്ലാം കൊടുത്തയച്ചവരും എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഭക്ഷണം പാകം ചെയ്ത് പൊതിയാക്കി കൊടുക്കുന്നതിന് സഹായിച്ച വളണ്ടിയർമാർക്ക് പ്രവർത്തകന്മാർക്ക് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. നീ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. എത്രയോ ഖത്മുൽ ഖുർആൻ ചെയ്തു നമ്മുടെ മർക്കസിലെ 10,000-ലധികം വരുന്ന കുട്ടികൾ 3 ദിവസമായി അതിലധിക പേരും തുടർച്ചയായി ഓതി 1, 2, 3 ഖത്മ തീർത്തവരും ഉണ്ട്, 1 തീർത്തവരുമുണ്ട്. ഭാഗികമായി ഓതിയ വേറെ നമ്മുടെ കോളേജിലെ സ്ഥാപനങ്ങളിലെ കുട്ടികളുണ്ട്. അവർക്കെല്ലാവർക്കും നീ ഖൈർ ചെയ്യണേ അല്ലാഹ്. ഓതിയവരൊക്കെ അതിന്റെ പ്രതിഫലത്തെ ബഹുമാനപ്പെട്ട താജുൽ ഉലമക്ക് വേണ്ടി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഇനിയും ദുആ നടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇമ്പിച്ചാലി ഉസ്താദിന്റെ ഭാര്യ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. ഇമ്പിച്ചാലി ഉസ്താദിന്റെ ഭാര്യ ഹോസ്പിറ്റലിലാണ്. അല്ലാഹു തആല ശിഫ കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. വെട്ടിച്ചിറയിലെ SSF പ്രവർത്തകൻ ആക്സിഡന്റിൽ വളരെ ഗുരുതരമായിട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നു. അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ. മുത്തവൽ സാനിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വയറിൽ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ്. അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അതുപോലെ നമ്മൾ മുത്തവ്വലിൽ തന്നെ പഠിക്കുന്ന താഹിറുൽ അഹ്ദൽ തങ്ങളുടെ മകൻ 3 ദിവസമായി ബാസൂറിന്റെ രോഗമായി ആസ്പത്രിയിലാണ്. പഠിച്ചവനെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. രക്തം അധികമായി പോയി എന്ന് പറഞ്ഞിട്ട് ആസ്പത്രിയിൽ പോകേണ്ടി വന്നു. നീ ശിഫയാക്കണേ അല്ലാഹ്. അതുപോലെ നമ്മളെല്ലാ കുട്ടികളുടെയും ഞങ്ങൾ ബന്ധപ്പെട്ടവരുടെയും സർവ്വ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. ഒരു മുത്തഅല്ലിം ക്യാൻസറായി കോളേജിൽ. അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അല്ലാഹു ശിഫയാക്കട്ടെ. ഓരോരുത്തരെയും പേര് പറയണ്ട, എല്ലാവർക്കും അല്ലാഹു തആല ശിഫ നൽകട്ടെ. നമ്മുടെ മുത്തഅല്ലിമീങ്ങൾക്കും നമ്മളെ സഹായിക്കുന്നവർക്കും ഭക്ഷണം നൽകുന്നവർക്കും അതിനനുസരിച്ച് കൊടുക്കുന്നവർക്കും മർക്കസിലേക്ക് സംഭാവന നൽകുന്നവർക്കും എല്ലാവർക്കും അല്ലാഹു തആല റഹ്മത്തും ആഫിയത്തും നൽകട്ടെ. സുഖേടുകളെല്ലാം ശിഫയാക്കി കൊടുക്കട്ടെ. ബർക്കത്ത് നൽകുമാറാകട്ടെ. അവസാനം ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പാലത്തെ അബ്ദുറഹ്മാനാജിയാണ് മാംസവും അരിയും ഇന്നേക്ക് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞു.